ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്ലെൻസറാണ്, നമ്മുടെ സെറ്റാഫിലിൻ്റെ ജെൻറ്റിൽ ക്ലെൻസേഴ്സ്. അപ്പോൾ ഈ ഒരു ക്ലെൻസറിനെ കുറിച്ചിട്ട് നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ റൈറ്റ് മെത്തേഡ് അല്ലെങ്കിൽ റൈറ്റ് വേ ടു യൂസ്, എങ്ങനെയാണ് നമ്മൾ ജെൻറ്റിൽ ക്ലെൻസേഴ്സ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള റൈറ്റ് വേ ആണ് ഇന്ന് ഞാൻ ആദ്യമേ തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ നീഡഡ് ആയിട്ടുള്ള ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റി പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലേക്ക് എടുക്കുക. ആഫ്റ്റർ ദാറ്റ് നമ്മൾ നന്നായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 1 or 2 മിനിറ്റിന് ശേഷം വേണം നമ്മൾ കഴുകി കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ജെൻറ്റിലായിട്ടുള്ള ക്ലെൻസേഴ്സ് നമ്മുടെ സ്കിന്നിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ, അപ്പോൾ ക്ലെൻസേഴ്സും ഫേസ് വാഷും നമ്മൾ യൂസ് ചെയ്യുന്നതിൽ ആപ്ലിക്കേഷൻ വൈസ് നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ക്ലെൻസറിൻ്റെ, അതായത് വെറും ക്ലെൻസർ അല്ല, ജെൻറ്റിൽ ക്ലെൻസറിൻ്റെ യൂസേജ് ആണ് ഇപ്പം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഈ ഒരു സെറ്റാഫിലിൻ്റെ ക്ലെൻസറിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇത് വളരെ ജെൻറ്റിലായിട്ടുള്ള ഒരു ക്ലെൻസറാണ്. നമ്മുടെ പോഴ്സിൻ്റെ അപ്പിയറൻസ് ഒക്കെ മിനിമൈസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്ക് നല്ലൊരു സ്മൂത്ത് ലുക്കിംഗ് ആയിട്ടുള്ള സ്കിന്നായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ആർക്കൊക്കെയാണ് സ്യൂട്ടബിൾ നോക്കുകയാണെങ്കിൽ, സ്യൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ എന്നൊക്കെ നമുക്ക് പറയാം. ഈവൻ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്ക് പോലും സ്യൂട്ടബിൾ ആണ്. മറ്റൊന്നും കൊണ്ടിട്ടല്ല, ഡെർമറ്റോളജിസ്റ്റ് സജസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. ഫ്രാഗ്രൻസോ അങ്ങനത്തെ കോമ്പോണൻസോ ടോക്സിക് ഇൻഗ്രീഡിയൻസോ ഒന്നും തന്നെ ഇതിൽ ഇൻക്ലൂഡ് അല്ല. അതോടൊപ്പം തന്നെ നമുക്ക് അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ pH ബാലൻസ് ഒക്കെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്കിന്നിന് ഒരു തരത്തിലും ഇറിറ്റേഷൻസ് അല്ലെങ്കിൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു ക്ലെൻസർ അല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്ലെൻസറാണ്. അപ്പോൾ ഇത് ആർക്കൊക്കെയാണ് യൂസ്ഫുൾ എന്ന് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മൾ പറഞ്ഞു സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ കോമ്പിനേഷൻ ഓയിലി സ്കിന്നുകാർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലെൻസറാണ്. സെറ്റാഫിലിൻ്റെ തന്നെ നോർമൽ സ്കിന്നുകാർക്ക്, അതായത് ഡ്രൈനെസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് തന്നെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്ലെൻസേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് മെയിൻലി ഫോർ കോമ്പിനേഷൻ ഓയിലി ആൻഡ് സെൻസിറ്റീവ് സ്കിൻ എന്നാണ് ഇവർ പറയുന്നത്. ഇതിൽ സെൻസിറ്റീവും ഓയിലി ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഡ്രൈ സ്കിന്നുകാരുടെ പറഞ്ഞിട്ടില്ല. പിന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞു പോഴ്സിൻ്റെ അപ്പിയറൻസ് ഒക്കെ നല്ലോണം മിനിമൈസ് ചെയ്യും. പിന്നെ നമ്മുടെ പോഴ്സ് ഒന്നും ക്ലോഗ്ഡ് ആക്കില്ല, നോൺ കോമഡോജനിക് ആണ്. പോഴ്സ് ക്ലോഗ്ഡ് ആക്കുന്ന സമയത്താണ് നമ്മുടെ സ്കിന്നിൽ, അതായത് ഓൾറെഡി നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ആ ഒരു പ്രൊഡക്ട്സ് ഒക്കെ പോഴ്സിനുള്ളിൽ തങ്ങിക്കിടന്നിട്ട് ആക്നീസും പിമ്പിൾസൊക്കെ ഒക്കർ ചെയ്യുക. സോ ഇത് പോഴ്സ് ഒന്നും ക്ലോഗ്ഡ് ആക്കാത്തതുകൊണ്ട് അങ്ങനത്തെ ആക്നീസോ പിമ്പിൾസോ റെഡ്നെസ്സോ ഇൻഫ്ലമേഷനോ ഇറിറ്റേഷൻസോ ഒന്നും തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവില്ല. ഈ ക്ലെൻസർ യൂസ് ചെയ്യുമ്പോൾ നല്ലപോലെ നമ്മുടെ സ്കിന്നിൽ നിന്ന് ഡേർട്ടും ഇംപ്യൂരിറ്റീസും ഒക്കെ നന്നായിട്ട് ക്ലിയർ ഔട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡേർട്ടും ഇംപ്യൂരിറ്റീസും മാത്രമല്ല, മേക്കപ്പ് റിമൂവ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിന് യാതൊരുവിധ കാരണവശാലും ഈ ക്ലെൻസർ യൂസ് ചെയ്ത് നമ്മൾ വാഷ് ഓഫ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒട്ടും തന്നെ ഡ്രൈ ആകുന്നില്ല കേട്ടോ. അതായത് നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബാരിയർ ഉണ്ടല്ലോ, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡ്രൈനെസ്, ഇറിറ്റേഷൻസ്, റെഡ്നെസ്, ഇൻഫ്ലമേഷൻ ഇങ്ങനത്തെ ഒരു കാര്യം നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നമ്മുടെ ഫേസ് വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഒക്കറാവുന്നില്ല. ഇനിയിപ്പോൾ ഇതിൽ അടങ്ങിയിട്ടുള്ള എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, നമുക്കറിയാം നിയാസിനമൈഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ബാരിയറൊക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ നിയാസിനമൈഡ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ B3, പിന്നെ വന്നിട്ടുള്ളത് എസെൻഷ്യൽ വൈറ്റമിൻ B3 ആണ് കേട്ടോ നിയാസിനമൈഡ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ പ്രോ വൈറ്റമിൻ B5 ഒക്കെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഗ്ലിസറിൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ സ്കിന്നിൽ മോയ്സ്ചർ ലെവലൊക്കെ ഇല്ലേ അത് ലോസ് ആവുന്നത് തടയാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഗ്ലിസറിൻ എന്ന് പറയുന്നത്. പിന്നെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഹൈഡ്രേഷൻ, നമ്മുടെ സ്കിൻ ഒട്ടും തന്നെ ഡ്രൈ ആക്കാണ്ട് നല്ല രീതിക്ക് ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് പ്രോപ്പർ വേയിൽ നമ്മുടെ സ്കിന്നിൽ ഹൈഡ്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു സ്കിന്ന് കിട്ടുള്ളൂ. അപ്പോൾ ഹൈഡ്രേഷൻ ഇല്ലാത്ത കേസിൽ എന്തൊക്കെയാണ് സംഭവിക്കുകയെന്ന് വെച്ചാൽ പ്രീമച്വർ ഏജിങ്, അല്ലെങ്കിൽ പിന്നെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇറിറ്റേഷൻസ്, ഇൻഫ്ലമേഷൻ, റെഡ്നെസ്, ബ്ലെമിഷേഴ്സ്, ഫൈൻ ലൈൻസ്, ബ്രിങ്കിൾസ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്കിന്നിൽ ഒക്കർ ചെയ്യും. അപ്പോൾ ഇതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഹൈഡ്രേഷൻ മസ്റ്റാണ്. സോ ഈ ഒരു പ്രൊഡക്റ്റിൽ ഗ്ലിസറിൻ ഇൻക്ലൂഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഹൈഡ്രേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിയാസിനമൈഡ് എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൻ്റെ മോയ്സ്ചർ ലെവലൊക്കെ നന്നായിട്ട് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ റെഡ്നെസ്സും, അതായത് സ്കിന്നൊന്ന് കാമൊക്കെ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. റെഡ്നെസ്സും ഇൻഫ്ലമേഷനും ഇറിറ്റേഷൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി അടുത്തത് പ്രോ വൈറ്റമിൻ B5 എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ബാരിയറൊക്കെ നല്ല രീതിക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ സൾഫേറ്റ്സോ സോപ്സോ ഒന്നും തന്നെ ഇൻക്ലൂഡ് അല്ല, ടോക്സിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഇല്ല. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. സോ നമുക്ക് പേടിക്കാണ്ട് ധൈര്യമായിട്ട് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്ലെൻസറാണ്. പിന്നെ വളരെ ജെൻറ്റിലാണ്. ഇത് ആര് യൂസ് ചെയ്താലും
ആർക്കും യാതൊരുവിധ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഒക്കർ ചെയ്യില്ല. പക്ഷേ എങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ പാച്ച് ടെസ്റ്റ് ചെയ്യാൻ ഇവർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എപ്പോഴും നമ്മൾ ഇതേപോലത്തെ ക്ലെൻസേഴ്സൊക്കെ ഡയറക്റ്റ് സൺലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഏരിയയിലൊന്നും കൊണ്ട് വെക്കരുത്. ഇനി അടുത്തായിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം, നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. എപ്പോഴും ബിലോ 30 ഡിഗ്രി സെൽഷ്യസിൽ വേണം നമ്മൾ സെറ്റാഫിലിൻ്റെ ഈ ഒരു ക്ലെൻസേഴ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് നമ്മൾ AM ആൻഡ് PM റുട്ടീനിൽ യൂസ് ചെയ്യാം. ഫേസ് വാഷ് അല്ലെങ്കിൽ ക്ലെൻസേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി 2 വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നല്ല രീതിക്ക് നീഡഡ് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ് എടുത്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് 1 or 2 മിനിറ്റ് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം വേണം വാഷ് ഓഫ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻ, അതായത് പ്രോ വൈറ്റമിൻ B5ൻ്റെ ഹെൽപ്പ് കൊണ്ടിട്ട് നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് സോഫ്റ്റ് ആക്കാനും സപ്പിളാക്കാനും അതോടൊപ്പം തന്നെ ഇറിറ്റേഷൻസ് അല്ലെങ്കിൽ ഡ്രൈനെസ് ഒന്നും ഒക്കർ ചെയ്യാണ്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെറും ഒരു ക്ലെൻസർ അല്ല, ഇതിൽ കുറേ അധികം എസെൻഷ്യൽ വൈറ്റമിൻസും അതോടൊപ്പം തന്നെ നമ്മുടെ നിയാസിനമൈഡൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ സോഫ്റ്റ് സപ്പിൾ ലോങ് ലാസ്റ്റിംഗ് ഹൈഡ്രേഷൻ ഗ്ലോയിങ് സ്കിന്ന്. പിന്നെ നിയാസിനമൈഡ് എന്ന് പറയുന്നത് നമുക്കൊരു 2 ഷെയ്ഡൊക്കെ നല്ല രീതിക്ക് ബ്രൈറ്റ്നെസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെയാണ്. ഓവർ ബ്രൈറ്റ്നെസ് അല്ല, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ലൊരു സ്മൂത്ത് ക്ലിയർ ഒക്കെ ആവും. അറ്റ് ദ സെയിം ടൈം കുറച്ചുകൂടി ഒന്ന് നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ടോണൊക്കെ ഒന്ന് ലൈറ്റൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും അമേസിങ് ആയിട്ടുള്ള ഒരു ക്ലെൻസർ തന്നെയാണ് ഈ ഒരു സെറ്റപ്പിലെ ജെൻറ്റിൽ ക്ലെൻസേഴ്സ്. അപ്പോൾ ഈ ഒരു ജെൻറ്റിൽ ക്ലെൻസർ ഭയങ്കര ജെൻറ്റിൽ ആയതുകൊണ്ട് തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും പേടിക്കാണ്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. പിന്നെ നമ്മുടെ സ്കിന്ന് ഒരു കാരണവശാലും, അതായത് ഫൈറ്റ് അഗൈൻസ്റ്റ്, അതായത് ഏജിങ് പോലത്തുള്ള കാര്യങ്ങൾ, പിന്നെ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആവുന്ന കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ നമ്മുടെ സ്കിന്നിനെ തടയാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ കുറേ അധികം ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന നല്ലൊരു ക്ലെൻസറാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം എമൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഷെൽഫ് ലൈഫ് നോക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു 3 year ഒക്കെ ഷെൽഫ് ലൈഫ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം പർച്ചേസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മെയിൻലി ഫോർ കോമ്പിനേഷൻ ഓയിലി ആൻഡ് സെൻസിറ്റീവ് ആയിട്ട് ആ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യുക. ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകാർക്കും നോർമൽ സ്കിന്നുകാർക്കും സ്പെസിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ട്, അവർക്ക് തന്നെ സെപ്പറേറ്റ് ഉണ്ട്. അപ്പോൾ അത് നോക്കി വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഒരു 500 എബോ ഒക്കെയാണ് വരുന്നത്. പക്ഷേ നമുക്ക് വേർത്താണ് കേട്ടോ. വാങ്ങിച്ചാൽ യാതൊരുവിധ സൈഡ് എഫക്ട്സോ ബ്രേക്ക് ഔട്ട്സോ ഒന്നും തന്നെ നമുക്ക് ഉണ്ടാവില്ല നമ്മുടെ സ്കിന്നിൽ. സെറ്റാഫിലിൻ്റെ ജെൻറ്റിൽ ക്ലെൻസറിനെ കുറിച്ചിട്ടുള്ള ഇന്നത്തെ റിവ്യൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുക്കുന്നതാണ്, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ മറക്കാണ്ട് ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ വേണ്ടി മടിക്കണ്ട കേട്ടോ. അതോടൊപ്പം തന്നെ ഇനി അടുത്തായിട്ട് പറയുകയാണെങ്കിൽ ഓൾറെഡി ഇതിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻസും ദെൻ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നിയാസിനമൈഡിൻ്റെ ബെനിഫിറ്റ്സും ഈ ജെൻറ്റിൽ ക്ലെൻസർ യൂസ് ചെയ്യുമ്പം നമ്മുടെ സ്കിന്നിന് ഏതൊക്കെ ബെനിഫിറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, എന്തൊക്കെ പ്രോബ്ലംസ് നമുക്ക് തടയാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടാറ്റാ.